അല്ല, ആദ്യമായിട്ട് ഏതർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലായാലും കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുന്ന ഈ ശീതസമരം അവസാനിക്കുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യാം. കാരണം സർട്ടിഫിക്കറ്റ് കിട്ടാനില്ല കുട്ടികൾക്ക്. സർവകലാശാലയുടെ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. VC-ക്ക് സർവകലാശാല ഓഫീസിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് പിണറായി വിജയന്റെ തൊട്ട് മൂക്കിന് മുന്നിലാണ് ഈ സർവകലാശാല കിടക്കുന്നത്. അവിടെ VC-ക്ക് പോകാൻ പറ്റുന്നില്ല. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുകയാണ് ഗവർണറും സർക്കാരും ചെയ്തത്. അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യം, അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കേരളത്തിന്റെ മുന്നിലുണ്ട്. അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്ത് ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോരാട്ടമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഗവർണർ പറയും, മുഖ്യമന്ത്രി എതിർക്കും, കത്ത് കൊടുക്കും, പ്രേമലേഖനം മുഖ്യമന്ത്രി ഗവർണർക്ക്. അതിനാണ് അടിസ്ഥാനപരമായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനല്ല. ഡൽഹിയിൽ പോയി മീറ്റിംഗ് പങ്കെടുക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അത് കുറഞ്ഞു. ഡൽഹിയിൽ മുഖ്യമന്ത്രി എത്തിക്കുറെ കഴിഞ്ഞ ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ബോധോദയം വന്ന് വൈസ് ചാൻസലറെ വിളിക്കുന്നത്. ഇതിന്റെ കെമിസ്ട്രി എല്ലാവർക്കും മനസ്സിലാവും, ഇതിന്റെ പിന്നിലെ കെമിസ്ട്രി. പക്ഷേ ആ കെമിസ്ട്രി അങ്ങനെ ആയാലും പ്രശ്നം തീർന്നതിനെ നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഗവർണറും രാജ്ഭവനും, ഈ രാജ്ഭവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് RSSന്റെ ഏറ്റവും വലിയ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്. ആ വിഷയം എന്തായി? ഗവർണർ അത് പിൻവലിച്ചിട്ടുണ്ടോ? ഇനി ഇത്തരം രാജ്ഭവനുകളെ ഇത്തരം വിവാദങ്ങളിലേക്ക് ഗവർണർ കൊണ്ടുപോവില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. VC ചെയ്യുന്ന എല്ലാ നടപടികളും അംഗീകരിക്കാനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? എന്താണ് കണ്ടീഷൻ? ഈ തീർക്കുന്നതിന്റെ കണ്ടീഷൻ എന്താണ്? അതൊരു പ്രൈവറ്റ് ഡോക്യുമെന്റ് ആകേണ്ടതല്ല, അത് പരസ്യമാവേണ്ടതാണ്. കേട്ടോ, അത്രയും പരസ്യമാക്കി. പിന്നെ നമ്മളെ വീരശൂര പരാക്രമികളായ SFIക്കാർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഈ നാട്ടിലെ മുഴുവൻ ക്രമസമാധാനം തകർത്തുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളുണ്ടല്ലോ. സ്വിച്ചിട്ട പോലെ അത് നിന്നു. എവിടെ നിന്നാണ് ആ സ്വിച്ചുകളാനുള്ള നിർദ്ദേശം കിട്ടിയത് അവർക്ക്? ഇപ്പൊ അവർക്ക് രാജ്ഭവനിൽ കാവിക്കൊടിയാക്കുന്ന പ്രശ്നമില്ല, ഗവർണറെ കുറിച്ച് ആക്ഷേപമില്ല. എവിടെയാണ് സ്വിച്ചിട്ട പോലെ SFIക്കാരെ നിർത്തിയത്? ഈ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയും.